യാ ഹഖു യാ മുബീൻ യാ റബ്ബു യാ നൂറു അല്ലാഹ് യാ അഹദു യാ ബിദ്റു യാ മൗലാ യാ റബ്ബു യാ നൂറു അല്ലാഹ് ഹാഫു ഹി ഹയ്യുൻ ഹാഫു ഹി ഹയ്യുൻ യാ ഹയ്യു യാ ഖയ്യൂ യാ ദൈം യാ അല്ലാഹ് യാ ദൈം യാ ഹു യാ ദൈം യാ ഹയ്യു യാ ഖയ്യൂ യാ ഹയ്യു യാ ഖയ്യൂ യാ ഹയ്യു യാ ഖയ്യൂ. അടിപൊളി 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 അടിപൊളി. അങ്ങനെ തലസ്ഥാന നഗരിയിലെ കലോത്സവ വേദിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും ഒരു അടിപൊളി സ്വാഗതം. അതെ, അനന്ത കലാപുരിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 63ാമത് സംസ്ഥാന സ്കൂൾ യുവജനോത്സവം അതിന്റെ 3ാം ദിനത്തിൽ എത്തി നിൽക്കുമ്പോൾ വിവിധ വേദികളിൽ മത്സരങ്ങൾ അങ്ങനെ പുരോഗമിക്കുകയാണ്. ആ വിശേഷങ്ങളിലേക്കൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് വരാം. അതിനു മുൻപ് നമുക്ക് വേണ്ടി ഇവിടെ ദഫ്മുട്ട് അവതരിപ്പിച്ച ആ ടീമിന്റെ വിശേഷങ്ങൾ കൂടി അറിയണം അല്ലേ? ആരാണ് ടീം ക്യാപ്റ്റൻ? ആരാണ്? ഹലോ, എന്താ മോന്റെ പേര്? ആര്യൻ. ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? ആറ്റിങ്ങൽ ബോയ്സ്. എവിടെയാ? ആറ്റിങ്ങൽ ബോയ്സ് സ്കൂൾ. ഓ, ട്രിവാൻഡ്രം തന്നെയാണല്ലേ? നിങ്ങൾ ഇതിന് മുൻപ് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിന് ഈ സ്കൂൾ ടീം വന്നിട്ടുണ്ടോ? കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ വരുന്നുണ്ട്. ഹൈസ്കൂളാണോ ഹയർ സെക്കൻഡറി? ഹൈസ്കൂൾ. എങ്ങനെ ഉണ്ടായിരുന്നു ദഫ്മുട്ട് മത്സരം? മറ്റു മത്സരങ്ങളൊക്കെ കണ്ടോ? വാശിയേറിയ മത്സരമായിരുന്നു. എ ഗ്രേഡ് കിട്ടുമെന്ന് വിശ്വാസമുണ്ട്. ഞാൻ എപ്പോഴും വിചാരിക്കും ദഫിൽ ഇങ്ങനെ തട്ടുമ്പോഴേ നിങ്ങൾക്ക് അതിന്റെ പ്രാക്ടീസ് ഭയങ്കരമായിട്ട് വേണം. കാരണം ഇവരെല്ലാവരും ഒരേ താളത്തിൽ ഒരേപോലെ കൊട്ടണം, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു വ്യത്യാസം ശരിക്കും അറിയാൻ പറ്റും അല്ലേ? ആരാ പഠിപ്പിച്ചത്? ഇതിന്റെ പ്രാക്ടീസ് സമയമുണ്ടല്ലോ, പ്രാക്ടീസ് സമയം എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് അങ്ങ് കളിച്ചു പോകുന്ന സംഭവമാണ്. പക്ഷെ ഇത് പഠിക്കാൻ കുറച്ച് പ്രയാസമാണ്. പണ്ട് നമ്മളൊക്കെ ഒരു കൈ പറ്റിയതാണ്. ഷഹദ് പണ്ട് എപ്പോഴോ കളിച്ചിട്ടുണ്ടെന്ന് തോന്നുന്ന ഓർമ്മയിലാണ് ഷഹദ് അത് പറയുന്നത്. പക്ഷെ ഇത് പിടിക്കുന്ന സ്റ്റൈല് ഒന്നും കൂടി വരുമോ? നടുവിലേക്ക് നിൽക്കോ? പിടിക്കുന്ന സ്റ്റൈലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ഇതിങ്ങനെ ഈ ഉള്ളിലേക്കായിട്ട് പിടിക്കുക. അപ്പൊ നമ്മൾ കണ്ടാൽ വിചാരിക്കും ഇത് ഭയങ്കര ഈസിയാണ് ഈ പിടുത്തം എന്നുള്ളത്. പക്ഷെ ഒട്ടുമല്ല, തെറിച്ചു പോകാൻ സാധ്യതയുണ്ട് അല്ലേ? സാധ്യത വളരെ കൂടുതലാണ് അല്ലേ? ഇതിപ്പോ എത്ര കാലമായി ദഫ്മുട്ട് പഠിക്കുന്നു? 3 വർഷമായി. 3 വർഷമായിട്ട് പഠിക്കുന്നു. നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകൻ ഈ കൂട്ടത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുണ്ട്. ആരാണ് ശിഷ്യനെന്ന് വന്നേ? ഓക്കെ, നമസ്കാരം. പേരെന്താ? അജ്മൽ. അജ്മൽ. അപ്പം നമ്മള് ദഫ്മുട്ടില് എല്ലാം സെറ്റാണ്? അതെ, എല്ലാം ഓക്കെയാണ്. ഓക്കെയാണ്. എത്ര വർഷമായി? ഞാൻ ഹൈസ്കൂൾ തൊട്ട് കളിച്ചു തുടങ്ങിയതാണ്. പിന്നെ ഹയർ സെക്കൻഡറി കളിച്ചു. ഇപ്പം കേരള യൂണിവേഴ്സിറ്റിയിൽ കളിക്കുന്നുണ്ട്. ഓക്കെ, അടിപൊളി. അപ്പൊ വേഗത്തിൽ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? അതെ, വളരെ പെട്ടെന്ന് എല്ലാവരുടെയും പേര് ചോദിക്കാം. ഓന്റെ പേരെന്താ? കാർത്തിക്. കാസിം. മുഹാജിർ. മെൽവി. മൻസൂർ. മുഹമ്മദ്. അമൽ. അബിൻഷ്. സഞ്ജയ്. അപ്പം ദഫ്മുട്ട് ടീം നമുക്ക് വേണ്ടിയിട്ട് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചു. എന്തായാലും വെയിലത്ത് നിൽക്കുകയാണ് ഈ കുട്ടികളെല്ലാവരും. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഫ്രീ ആക്കാം. അതിന് മുൻപ് മിൽമ ഈ കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുന്ന ഉപഹാരം അത് ഞാൻ കൈമാറുകയാണ്. എവിടെ ടീം ക്യാപ്റ്റൻ? ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ റിസൾട്ട് വന്നോ? ഇല്ല, വന്നിട്ടില്ല. വന്നിട്ടില്ല. അപ്പോൾ എ ഗ്രേഡ് തന്നെ കിട്ടട്ടെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.